ഹായ് മക്കളെ, അങ്ങനെ മിനിമം ഒരു 2 വർഷത്തെ സ്വപ്നം അല്ലേ? 2 വർഷത്തെ, ചില കുട്ടികൾക്ക് 5ഉം 6ഉം വർഷത്തെ സ്വപ്നമായിരിക്കും. അതായത് JEE എഴുതുക, നല്ല കോളേജിൽ BTech പഠിക്കുക എന്നുള്ളത് അല്ലേ? ആൻഡ് JEE മെയിൻസ് 2024 നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ എക്സാം ഡേറ്റ് അടക്കം അറിഞ്ഞു കഴിഞ്ഞു. ഇനി മാക്സിമം 10-15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എക്സാം നടക്കും അല്ലേ? നിങ്ങളുടെ എക്സാം ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏത് ദിവസമാണ് ഡേറ്റ് കിട്ടിയെന്നുള്ളത്. സോ ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. സോ ലാസ്റ്റ് മൊമെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് 95% മുകളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാൻ നോക്കാം. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ റിവൈസ് ചെയ്യണം, മോക്ക് പേപ്പേഴ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഏറ്റവും തുടക്കത്തിൽ തന്നെ ഏറ്റവും അവസാന സമയത്ത് നമ്മൾ ഇനി ചെയ്യേണ്ടത് പഠിക്കാത്ത ചാപ്റ്ററുകൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളത്. അതിനിപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചുണ്ടാക്കാനുള്ള സമയം നമുക്കില്ല. പകരം കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ഒരു 70% മുകളിൽ കോൺഫിഡൻസ് ഉള്ള മുഴുവൻ ചാപ്റ്ററുകളും റിവൈസ് ചെയ്യാനായിരിക്കണം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കേണ്ടത്. അതാണ് ദ റൈറ്റ് ചോയ്സ്. അല്ലാതെ ഇവിടെ വീണ്ടും നമ്മൾ പുതിയ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സിൻ്റെയും ഫോർമുലകളും ഇക്വേഷനുകളും ഒക്കെ നമ്മളോട് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഏറ്റവും ഫസ്റ്റ് എങ്ങനെ റിവൈസ് ചെയ്യാൻ നോക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചു തീർന്ന ചാപ്റ്റേഴ്സ് മാത്രം നോക്കാം. ഓക്കെ, ഇനി പഠിക്കാത്ത കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ അതിനെക്കുറിച്ച് ഞാൻ എന്ത് തരാം, കുറച്ച് നിങ്ങളോട് പറഞ്ഞുതരാം. ഈ പഠിച്ചു തീർന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യുമെന്ന് പറയുമ്പം നോട്ട്സ്, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് അതിലെ നോട്ട്സുകൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് നോക്കണം. കാരണം നമ്മൾ ഇക്വേഷൻസും ഫോർമുലാസും ഒന്നും മറന്നു പോകാതിരിക്കാൻ. പിന്നെ അതേപോലെ തന്നെ ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്നും കൂടെ ചെയ്തു നോക്കുക. ഓടിച്ചു പോകല്ല. ചോദ്യങ്ങൾ JEE സംബന്ധിച്ചിടത്തോളം ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൻഡ് മൂന്നാമത്തതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പം അതായത് JEEയുടെ കേസിൽ നിങ്ങളെ ബോർഡ് എക്സാം ഒക്കെ പോലെ മക്കളെ ഇതേ വരുള്ളൂ, ഇത് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റിക്കലാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതേപോലെ വരാനോ വാല്യൂ മാറ്റി വരാനോ ചാൻസ് കുറവാണ്. പക്ഷെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റുകളും ആ ഒരു പാഠത്തു നിന്നുള്ള കൺസെപ്റ്റുകളും എങ്ങനെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വേറെ വല്ല രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഈ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ എക്സ്പീരിയൻസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 5ാമതൊരു ടൈപ്പ് വന്നാലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, ഒരു ചോദ്യം ചെയ്ത് കിട്ടാതെ സൊല്യൂഷനൊക്കെ നോക്കി ചെയ്താൽ ചിലപ്പോൾ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ 2ാമത് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ആൻഡ് അത് ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം ബൗണ്ടായിട്ട് ചെയ്യണം. ടൈം ബൗണ്ടായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഒരു ടൈം വെക്കുക. 1 മണിക്കൂറിൽ ആദ്യം എന്ത് ചെയ്യുക, ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്നൊന്നും വിചാരിക്കാതെ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ആ പാഠത്തിലെ എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ട് തന്നെ ചെയ്യുക. ഒരു ക്വസ്റ്റ്യന് 3 മുതൽ 5 മിനിറ്റ് വരെ നിങ്ങൾ എടുക്കുന്നതിന് കുഴപ്പമില്ല. അത് മാക്സിമം ആണ് കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ല, നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റൂല നിങ്ങൾ JEE ആണെങ്കിലും. അപ്പോൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ക്വസ്റ്റ്യൻ ഒരു 3 to 4 മിനിറ്റ്സ് എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ല പഠിക്കാത്ത ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കൂടുതൽ ആ ടൈമിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് ശീലിക്കുക, ചെയ്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ് അറിയുന്ന ചാപ്റ്റേഴ്സിലെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ആൻഡ് PYQനെ കുറിച്ച് ഇനി 2ാമതൊന്നും കൂടെ പറയേണ്ട ആവശ്യമില്ല. ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യുക. ആൻഡ് അടുത്തതാണ് മോക്ക് ടെസ്റ്റുകൾ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കേരളത്തിലുടനീളം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. CBT ബേസ്ഡ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കുട്ടികൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇത്തവണ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, JEEക്ക് വരുന്ന സെയിം ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ആപ്പ് പോലെ വേറെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, മിനിമം 3 മോക്ക് ടെസ്റ്റുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഫുൾ മോക്ക് ടെസ്റ്റ് ആണ്. അതായത് 90 ക്വസ്റ്റ്യൻസും വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 75 ക്വസ്റ്റ്യൻസും
വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മോക്ക് ടെസ്റ്റ് നടത്തണം ടൈം ബൗണ്ടഡ് ആയിട്ട്. ആൻഡ് ഇതിലെന്ത് ചെയ്യണം, അടുത്ത പാർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ടെസ്റ്റ് അനാലിസിസ്. അതായത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ എത്ര മാർക്ക് കിട്ടി എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കി, എവിടെയാണ് സൊല്യൂഷൻസ് നോക്കിയിട്ട് എവിടെയാണ് പിഴച്ചത്, ഏത് ഇക്വേഷൻസ് അറിയാത്തത് എന്നുള്ളത് നിങ്ങൾ പഠിച്ച പാഠത്തിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ചെയ്തു നോക്കണം. അതായത് അറ്റംപ്റ്റ് ചെയ്യാത്ത ചോദ്യം നിങ്ങൾ അതേപോലെ വിട്ടോ, പക്ഷേ അറ്റംപ്റ്റ് ചെയ്തിട്ട് ശരിയായ ക്വസ്റ്റ്യനെ കുറിച്ചും കൃത്യമായ ധാരണ വേണം. അറ്റംപ്റ്റ് ചെയ്തിട്ട് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ PYQ ചെയ്യുമ്പോൾ അതേ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടും. സോ മിനിമം 3 മോക്ക് ടെസ്റ്റുകളെങ്കിലും ചെയ്യണം. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ എഡ്യൂപോർട്ടൽ ആപ്പിൽ കേരളത്തിലെ മുഴുവൻ JEE ആസ്പിരൻസിനുമായിട്ട് 4 മോക്ക് ടെസ്റ്റുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇപ്പം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ ക്ലാസ് ചൂസ് ചെയ്യേണ്ടത് 12th സയൻസ് നീറ്റ് ആൻഡ് JEE ആണ്. ജനുവരി 20 നിങ്ങൾ ആദ്യത്തെ എക്സാം വരും, 22 രണ്ടാമത്തത്, പിന്നെ അത് ശേഷമുള്ള ദിവസങ്ങളിൽ 2 എക്സാമുകൾ വരും. എന്ന് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഉണ്ടാവും സാർ അവസാന വട്ടം എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഗ്രാൻഡ് ഫിനാലെ റിവിഷന് നിങ്ങളുടെ കൂടെ എഡ്യൂപോർട്ട് ഉണ്ടാവും. എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ ടോപ്പ് 10 പാഠങ്ങൾ ജനുവരി 20 സാറ്റർഡേ, അതായത് നാളെ രാവിലെ 9 മണിക്കും രാത്രി 7 മണിക്കുമായിട്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പാഠങ്ങൾ നമ്മൾ നാളെ തീർക്കുന്നതാണ്. അതേപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ മാത്സിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമ്മളെ കൃഷ്ണ സർ വരും. ഈ ഒരു ലൈവ് നിങ്ങൾ പങ്കെടുത്താൽ മാത്സിൽ നിങ്ങൾക്ക് 99% ഞാൻ ഉറപ്പ് തരുന്നു. സോ ആ ഒരു രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ വെച്ചിട്ട് നമ്മളെ കൃഷ്ണ സർ എന്ത് ചെയ്ത് തരും, നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തരും. അതേപോലെ തന്നെ ജനുവരി 21 രാത്രിയും അതേപോലെ മൺഡേയും ട്യൂസ്ഡേയുമായിട്ട് നമ്മൾ ഫിസിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നു. ആൻഡ് ഇതിൻ്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ ജനുവരി 24, 25, 26 തീയതി PYQ മാരത്തോൺ രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അതായത് ഇത്രയും കാലം നിങ്ങൾ പഠിച്ചില്ലടാ, ഇനി കുറച്ച് ദിവസം കൂടെ മാക്സിമം എഫോർട്ടോടെ ഫുൾ എഫോർട്ടോട് കൂടി നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. ഈ വർഷം തന്നെ മിനിമം NIT എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പിക്കണമെന്നാണ് JEE മെയിൻസ് 2000 എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ബോർഡുണ്ട് സാറേ, ലാബുണ്ട് സാറേ, എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയാണ്, ഈ 26 വരെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് 680, 670 മുകളിൽ മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു കൾച്ചറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. എന്തായാലും കൂടെ ഉണ്ടാവണം. ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കുക. ലൈവിൻ്റെ ലിങ്കുകളൊക്കെ ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. ബൈ ബൈ.